എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജർമ്മനിയിലുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ്? വണ്ടർഫുൾ. വണ്ടർഫുൾ. ഒറ്റ വേർഡിൽ അത് ഒറ്റ വേർഡിൽ വണ്ടർഫുൾ ആണ്. പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ ജർമ്മനി ചൂസ് ചെയ്യണം? അവസരങ്ങൾ വളരെ ബ്രോഡായിട്ടുള്ള ആണ്. അപ്പം ഈ ഏത് ഹൗസ് ബിൽഡിങ്ങും അവിടെ ചെയ്യാൻ പറ്റും. അതെന്നാന്ന് വെച്ചാൽ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കുന്ന ലാംഗ്വേജാണ്. ആ, ആ. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് പോലെ പല്ലും കൂട്ടിപ്പിടിച്ച് പറയാൻ പറ്റത്തില്ല. അതെ. ഏ? വാ തുറന്ന് മലയാളം അങ്ങനെ തന്നെയാണല്ലോ. അതെ അതെ. ഞാൻ പറയുന്നത് മലയാളം പഠിച്ചവർക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഹെർമാൻ വൂണ്ടർട്ട് നമ്മുടെ മലയാളത്തിന്റെ പിതാവായിട്ടല്ലേ ആ, പറയുന്നത്. അതെ അതെ. അപ്പം ആ വ്യക്തിക്ക് വന്ന് മലയാളം പഠിക്കാമെങ്കിൽ നിഘണ്ടു എഴുതാമെങ്കിൽ നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്കും പഠിക്കാം. പഠിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുട്ടൻ മോർഗൻ. അങ്ങനെ ഗൂട്ടൻ മോർഗൻ. ഗുഡ് മോർഗൻ. എനിക്ക് ജർമ്മൻ അത്ര ഫ്ലുവൻ്റ് അല്ല. ഗൂട്ടൻ മോർഗൻ. ഗുട്ടൻ മോർഗൻ. ഓക്കെ, അതാണ് അതിന്റെ ഒരു കറക്റ്റ് അതെ, അതെ, പ്രൊനൗൺസിയേഷൻ അതെ, വരുന്നല്ലേ. അതെ. മാം, മാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? ആ, എൻ്റെ പേര് റോസമ്മ എന്നാണ്. എല്ലാവരും എന്നെ റോസി എന്ന് വിളിക്കും. ഞാൻ 25 വർഷം ജർമ്മനിയിലുണ്ടായിരുന്നു. അവിടെ പോയി ജർമ്മൻ പഠിച്ച് റെഡ് ക്രോസിൻ്റെ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് പഠിച്ച് പാസ്സായി. റാങ്കോടുകൂടി തന്നെ പാസ്സായി. അവിടെ പാസ്സായ പിറ്റേ ദിവസം മുതൽ എനിക്ക് അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന് ജോലി ചെയ്ത വാർഡിൽ തന്നെ വാർഡ് സൂപ്രണ്ടായിട്ട് എന്നെ അവിടെ നിയമിച്ചു. ജോലി കിട്ടി. ജോലി കിട്ടി. ആ, അപ്പം അത് വളരെ ഒരു സർപ്രൈസും സ്വയം എനിക്കൊരു അഭിമാനത്തിനും കാരണമായിരുന്നു. ഓക്കെ മാം, അപ്പൊ ഏത് ഏജിലാണ് അവിടെ എത്തിയത് ജർമ്മൻ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് 18 വയസ്സാകുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ആ 18 വയസ്സിൽ നമ്മളെ ആ യുവത്വത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് പ്രത്യേകമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ ഒരു കൗൺസിലിംഗ് പോലെ ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തോ അതെ, സ്റ്റാർട്ട് ആയി. ഞങ്ങളിപ്പം ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ഞങ്ങൾ റോസീസ് ജർമ്മൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മെഡിക്കൽ ടേംസും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഭൂരിഭാഗം കുട്ടികളും അവിടെ വരുന്നത് നേഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേഴ്സിംഗ് പഠിച്ച് പാസ്സായി B2 ലെവലിലേക്ക് വന്നവരുമുണ്ട്. ചിലപ്പം 1-2 മൊഡ്യൂൾസ് കിട്ടാത്തവരുണ്ട്. ഒരു മൊഡ്യൂൾ പോലും കിട്ടാത്തവരുണ്ട്. പിന്നെ അവർക്ക് നമ്മളൊരു സപ്പോർട്ടും അവരുടെ കരിയറിലേക്കുള്ള ഒരു എങ്ങനെ അവർക്ക് ഈ കരിയറിൽ mentoring പോയാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ. ഇത് ശരിയാവുമോ, വേറൊരു രാജ്യം, ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യം, ജർമ്മൻ സംസാരിക്കുന്ന രാജ്യം, അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ അവർക്കുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ മാം, എന്തുകൊണ്ടാണ് ഈ ജർമ്മനി ചൂസ് ചെയ്തത് ഈ ഒരു ടീനേജിൽ? എന്ന് വെച്ചാൽ 18 വയസ്സാവുന്നതിന് മുന്നേ തന്നെ ഒരു എൻ്റെ ഒരു കസിൻ ബ്രദർ ഇറ്റലിയിലുണ്ടായിരുന്നു. ഒരു പ്രീസ്റ്റായിരുന്നു. പുള്ളി മുഖാന്തരമാണ് എൻ്റെ മൂത്ത ചേച്ചി അവിടെ ജർമ്മനിക്ക് പോകുന്നത്. ഓക്കെ അവിടെ ചെന്നതിന് ശേഷം പുള്ളിക്കാരി ജർമ്മൻ പഠിച്ചു, നേഴ്സിംഗ് പഠിച്ച് പാസ്സായി. പുള്ളിക്കാരിയും ഇത് പറഞ്ഞതുപോലെ ഹൈ റാങ്കിൽ തന്നെ പാസ്സായി ഓപ്പറേഷൻ തിയേറ്ററിൽ മെയിൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ പുള്ളിക്കാരി മുഖേനയാണ് ഞാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജർമ്മനിയിലുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ്? വണ്ടർഫുൾ. വണ്ടർഫുൾ. ഒറ്റ വേർഡിൽ അത് ഒറ്റ വേർഡിൽ വണ്ടർഫുൾ. പറയാം. ഓക്കെ, എങ്ങനെയാണ് അവിടുത്തെ മീൻസ് നമ്മളൊരു എന്തായാലും നമ്മളൊരു ഇന്ത്യനാണ്. അപ്പോൾ അവിടെ ജർമ്മൻസിന് എങ്ങനെ നമുക്ക് ആ ജർമ്മൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിലും നമ്മളെ ഈ പ്രത്യേകിച്ച് ഏഷ്യൻസിനോട് അവർക്ക് പ്രത്യേക ഒരു സ്നേഹവും കരുതലും ഉണ്ട്. ഓക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യൻസ് പെൺകുട്ടികൾ കീഴ്പ്പെട്ട് ജീവിക്കാൻ പഠിച്ചവരാണ്. ഒന്ന് കീഴ്പ്പെട്ട് ജീവിക്കാൻ മീൻസ് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും അവർ ആ സാഹചര്യത്തോട് ചേർന്ന്, അല്ലെങ്കിൽ ആ അതെ. സാഹചര്യം എങ്ങനെ അവർ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ബുദ്ധി അവർക്കുണ്ട്. ഓക്കെ ഓക്കെ. അത് അവർക്ക് വീടുകളിൽ നിന്ന് ആ, ആ. കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലെ
നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും നമുക്ക് സാധാരണഗതിയിൽ പണ്ടൊക്കെ കൂട്ടുകുടുംബമല്ലായിരുന്നു. അതെ അതെ അപ്പം പലരുടെയും കരുതൽ നമുക്ക് കിട്ടി വളരുന്നവരാ. ഉം, ഉം. അപ്പം നമുക്ക് ആ സാഹചര്യങ്ങളിലെല്ലാം അവിടെ പല സംഭവങ്ങളും നടക്കാം. കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റഡ് ആണ്. അതെ 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 അതാണ് നമുക്ക്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം, ആ ശരിക്കും സാഹോദര്യം, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഉം. വർണ്ണിക്കാൻ നമുക്ക് പറ്റുകയില്ല. അതുപോലെ നല്ല ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ജർമ്മൻസ് പൊതുവെ ജർമ്മൻസ് പൊതുവെ സ്നേഹമുള്ളവരാണ്, കരുതലുള്ളവരാണ്. നമ്മൾ നമ്മളായിക്കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നൊന്നും വരാതിരുന്നാൽ മതി. ഓക്കെ. ഏ അങ്ങോട്ട് ആരും പോയി ചൊറിയാണ്ടിരിക്കരുത്. അതെ 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 അത്രേ ഉള്ളൂ അല്ലേ? അല്ല, നമ്മൾ അന്ന് മാം ചെന്ന സമയം ആ ഒരു സെക്കൻഡ് വാർ, വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് 70s ആ ടൈമിലല്ലേ? അപ്പോ ആ ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നമുക്ക് നമ്മൾ നാട്ടിൽ പ്ലേറ്റ് നിറച്ച് ചോറും മീൻകറിയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിൽ നമ്മുടെ അതെ, അതെ. ഫുഡിന്റെ കാര്യങ്ങൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അവിടെ ആകെ ഉണ്ടായിരുന്നത് പെപ്പർ ഉണ്ടായിരുന്നു, പിന്നെ വിനീഗർ കിട്ടും. ഓക്കെ. അല്ലാതെ വേറെ ഒരു സ്പൈസസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ലഭ്യമല്ലായിരുന്നു. അങ്ങനെ കൂടുതലും ബ്രെഡ് ഐറ്റംസ് അതെ, ആണല്ലോ ബ്രെഡ് അവിടെ. ഐറ്റംസ്, അത് വെറൈറ്റി ബ്രെഡ് ഐറ്റംസ് ഒക്കെയാണ്. നമുക്കത് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്ക് നമ്മുടെ ഡിന്നറും ലഞ്ചും ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഭക്ഷണശൈലി മാറ്റേണ്ടി വന്നു. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതെ, ഒരുപാട് ഇന്ത്യൻ ഫുഡിന്റെ കാര്യത്തിൽ റെസ്റ്റോറൻറ്റ്സും നമുക്ക് തന്നെയാണേലും കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഈ ജർമ്മനിയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രൊവിൻസസ് ഒരുപാടുണ്ടല്ലോ. ഉണ്ട്. പ്രൊവിൻസസ് ഒരുപാടുള്ളതുപോലെ മാം ഏത് പ്രൊവിൻസിലായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ആദ്യം ജോലി ചെയ്ത് നോർത്ത് റൈൻ വെസ്റ്റ് ഫാളൻ എന്ന് പറയുന്ന NRW എന്ന് പറയും. ഓക്കെ. NRW നോർത്ത് റൈൻ വെസ്റ്റ് ഫാളൻ. ഓക്കെ. അതിൽ ഉൾപ്പെട്ട വൂപ്പർട്ടാൾ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ. അതൊരു 900 ബെഡുള്ള ഒരു ക്ലിനിക്ക്, വലിയൊരു യൂണിവേഴ്സിറ്റി ക്ലിനിക്കിനോട് ആ ഹോസ്പിറ്റലും ഡ്യൂസൽഡോർഫ് യൂണിവേഴ്സിറ്റിയും അവർ കമ്പൈൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന്. അപ്പോൾ അവിടെ വൂപ്പർട്ടാൾ ഞാൻ പഠിച്ചത് റെഡ് ക്രോസിൻ്റെ നേഴ്സിംഗ് സ്കൂളിലാണ് പഠിച്ചത്. റെഡ് ക്രോസിന്റെ അണ്ടറിൽ വരുന്ന നേഴ്സിംഗ് സ്കൂള്. അത് അതെന്താണെന്ന് വെച്ചാൽ അവിടെ പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് ലാംഗ്വേജ് നല്ല സ്കില്ല് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 6 മലയാളികളാണ് അവിടെ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ പഠിക്കാനായിട്ട് എത്തിയത്. ഓക്കെ. ഇപ്പൊ നമുക്കിപ്പോ ഇതിലിപ്പോ ഏതെങ്കിലും പ്രൊവിൻസിൽ ഈ ക്ലൈമറ്റ് അങ്ങനത്തെ കണ്ടീഷൻസ് എന്തെങ്കിലും സൗത്ത് ജർമ്മനിയോട് ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ, ഏകദേശം മ്യൂണിക്ക്, ഈ ഫ്രാങ്ക്ഫർട്ട്, സ്റ്റുട്ട്ഗാർട്ട്, അങ്ങ് സൗത്തിലോട്ട് പോകുന്തോറും കുറച്ച് തണുപ്പ് കൂടുതലുള്ളതാണ്. അവിടെ കൂടുതൽ മഞ്ഞും പെയ്യും. ഇപ്പം നമ്മൾ ഇപ്പോൾ നോർത്ത് റൈൻ വെസ്റ്റ് ഫാൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അത് ഉൾപ്പെടുന്നത് ഡ്യൂസൽഡോർഫ്, കൊളോണ്, എസ്സൻ, ഡോർട്ട്മുണ്ട്, ബീലഫീൽഡ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അവിടെ അത്ര തന്നെ ഇതായിട്ട് മഞ്ഞ് പെയ്യാറില്ല. മഞ്ഞ് പെയ്യും, പക്ഷെ മറ്റേ സൗത്തിലോട്ട് ഏറ്റവും കൂടുതലാണ്. പിന്നെ ഇപ്പോൾ പൊതുവേ കാലാവസ്ഥയെല്ലാം മാറി മറിഞ്ഞ് വന്നിരിക്കുന്നതുകൊണ്ട് ചൂട് കൂടി, മഴ മാറി, ദുബായിൽ മഴ പെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അത് കറക്റ്റാണ്. ഇപ്പൊ നമുക്ക് അവിടെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ജർമ്മനിയിൽ മാം ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു പെൻഷൻ മേടിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നമുക്ക് നോർമലി അവിടെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ടാക്സും നല്ല ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഈ ടാക്സ് അടച്ചാലും നമുക്കൊരു റിട്ടേൺ ഉണ്ട്. സെപ്റ്റംബർ ആകുമ്പോൾ ഒരു റിട്ടേൺ ഉണ്ട്. അതിൽ നമ്മൾ ഈ സിംഗിൾ ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഫാമിലി ഉണ്ടെങ്കിൽ അത്രയും തന്നെ വരുന്നില്ല. ഫാമിലി ഉണ്ട്, കുട്ടികളും ഉണ്ടെങ്കിൽ അത്രയും തന്നെ വരുന്നില്ല. നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ നല്ലൊരു റിട്ടേൺ കിട്ടും. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്
അവര് ആ രാജ്യം തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഉം, ഉം, രാജ്യമാണ്. ഉം. പുറത്തുനിന്ന് വരുന്നവർക്കാണേലും അവിടെ എന്താ അവിടുത്തെ ഒരു ആളിനെ പോലെ തന്നെ ആഹാ. അവിടെ ജീവിക്കാം. എല്ലാവിധ ഫെസിലിറ്റീസും നമുക്കും ലഭിക്കുന്നുണ്ട്. ലഭിക്കുന്നുണ്ട്. പിന്നെ ഓക്കെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ്. ഓക്കെ. പിന്നെ അവർക്ക് എല്ലാ മാസവും ഈ കിൻഡർഗാർട്ടൻ എന്നും പറഞ്ഞ് ഒരു എമൗണ്ട് കിട്ടും. മന്ത്ലി അവർക്ക് മന്ത്ലി കിട്ടും. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് പഠിക്കാൻ ഉണ്ട്. വേണ്ടിയിട്ട് തന്നെ അതല്ല. അത് ഇപ്പം ആദ്യത്തെ കുട്ടിക്ക് ഞാൻ അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മക്കളുണ്ടായിരുന്നല്ലോ. അപ്പം അവർക്ക് ആദ്യത്തെ കുട്ടിക്ക് 50 ജർമ്മൻ മാർക്ക്, അന്ന് മാർക്കായിരുന്നു. ആഹാ. 50 ജർമ്മൻ മാർക്ക്. പിന്നത്തെ കുട്ടിക്ക് 75 150. ആഹാ. പിന്നെ അങ്ങനെ കൂടി കൂടി എത്ര അതിനനുസരിച്ച് അവിടെ കുട്ടികളനുസരിച്ചിട്ട് പോപ്പുലേഷൻ കുറവായിരുന്നതുകൊണ്ട് അതെ, അവരത് അതെ. പ്രോത്സാഹിപ്പിച്ചു. അത്ര തന്നെ. അതിന് വേണ്ടിയിട്ടാ അവര് ഇങ്ങനെ കിൻഡർഗാർട്ടൻ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. എന്ത് വേണേലും പഠിക്കാം. ആഹാ. ഫീസ് കൊടുക്കണ്ട. ഉം. നമുക്ക് പിള്ളേർക്ക് ഡ്രസ്സും ഫുഡും കൊടുത്താൽ മതി. അതെ. അങ്ങനെയൊക്കെയുള്ള അവിടെ വളരെയധികം അത്രമാത്രം ഫെസിലിറ്റീസ് അവരവിടെ ഒക്കെ സിറ്റിസൻസിനെ പിന്നെ കെയർ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അവര് എന്ന് പറയുന്നത് ഈ അവരുടെ ആ ആ. വാറിന്റെ ആ സമയത്ത് അവർ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ തലമുറകളൊക്കെ അനുഭവിക്കാതിരിക്കണമെന്നുള്ള ആ ഒരു ഇതിൽ ഉം, അവർ ഉം, ഉം. വളരെയധികം പിന്നെ ഇവരെ ഇങ്ങനെ അവർക്ക് ഇപ്പോഴും ആ ഒരു ഗിൽറ്റി ഉണ്ട് ആ ഉണ്ട്. ഒരു വാറിന്റെ ആ, ഉണ്ട് കാര്യത്തിലായിട്ട്. അവർക്കത് അതിനെന്നുവെച്ചാൽ അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചല്ലോ. ഉം. അതുകൊണ്ട് പിന്നെ അവർക്കത് അവരുടെ കൺട്രി ഒരു ബാഡ് ഒരു ഇതിലോട്ട് ഇംപ്രഷനായി പോയി. വന്നു മറ്റുള്ള രാജ്യക്കാർക്ക് രാജ്യങ്ങളില്. ജർമ്മനിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഹിറ്റ്ലർ എന്നാ അപ്പോൾ ഓർക്കുന്നത്. അതെ, പക്ഷെ അതെ, അത് അതെ. ആ ഹിറ്റ്ലറിനെ കുറിച്ച് ഒരു ആരാധ്യ പുരുഷനായിട്ട് കാണുന്നവരും ഇപ്പോഴും ഉണ്ട്. അതെ, ഉണ്ട്. ഉണ്ട്, ഉണ്ട്. അതെ, അതെ. അങ്ങനെ അതൊരു നാസി ഉം. മൈൻഡുള്ളവരിപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉം, ഉം. ജർമ്മനിയെയോ അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുന്ന ഒരു നാസി ഫോറിനേഴ്സ് മൂവ്മെന്റ് ഇപ്പോഴും ഉണ്ട് റീസെന്റ്ലി ഉണ്ട് ഉണ്ട്. ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ. അത് കഴിവതും പൊളിറ്റീഷ്യൻസൊക്കെ അത് ആ. നിരോധിച്ചും അടിച്ചമർത്തിയും അത് നിരുത്സാഹപ്പെടുത്തിയും മുന്നോട്ട് പോകുന്നുണ്ട്. ഉം, ഉം, ഉം. പിന്നെ നമ്മൾ പുറത്തുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഗസ്റ്റാന്നാ പറയുന്നത്. ഓക്കെ. അതിഥികൾ എന്നുള്ളത്. അതിഥികൾ. ഉം. നമ്മളിവിടെ പറയുന്നത് അതെ, പോലെ തന്നെ. അതെ, അതെ. നമ്മളിവിടെ ബംഗാളികൾ, നമ്മൾ അതിഥി ബീഹാറികളൊക്കെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണ്. തൊഴിലാളികൾ എന്നല്ലേ പറയുന്നത്. അതെ, അതെ. പിന്നെ ചിലരുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ നാസി മൈൻഡുള്ള ഉം. ചിലരുണ്ട് ഇടയ്ക്ക് അത് നമ്മളെ എല്ലാ കുത്തും. സ്ഥലത്തും ഉണ്ടാവുമല്ലോ ചില അങ്ങനെ ഒരു. ആ. കുത്തുകളൊക്കെ ഉം, ഇടയ്ക്കൊക്കെ ഉം, ഉണ്ടാകും. ഉം. പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് ആരും എടുക്കാറില്ല. എന്നുവെച്ചാൽ മറ്റുള്ള സൈഡുകളിൽ മറ്റുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിട്ട് ചെറിയ കാര്യമായിട്ട് അതെ, അതെ, അതെ. കണക്കാക്കുന്നു. ഉം. ഇപ്പൊ നമുക്ക് അവിടെ ഈ ഒരു PR ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? അവിടെ മാമിന് എങ്ങനെ എത്ര ടൈം എടുത്തു ഇപ്പൊ ഒരു PR ആയി പിന്നെ ഒരു എനിക്ക് അവിടെ PR ഇത് ഞാൻ എടുത്തില്ലായിരുന്നു. അതിനുവെച്ചാൽ എടുത്തില്ലായിരുന്നു? ഓക്കെ. അന്നൊന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു എന്നാ പറയുന്നത് അവസരങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ, ആ, ആ. പിന്നാണ് ഞങ്ങൾ പോന്ന് പിറ്റേ വർഷം മുതലാണ് 8 വർഷം അവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നവർക്ക് ഉണ്ടായിരുന്നവർക്ക്. ഓക്കെ. ഇത് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു എന്നുള്ള ഒരു ആ, ആ. ഒരു അപ്പൊ നിയമം മാം ഇവിടെ വന്നത്. ഇന്ത്യയിലോട്ട് അത് എത്തിയായിരുന്നു. എത്തിക്കഴിഞ്ഞു. ആ, ഏ ഓക്കെ. അല്ലായിരുന്നേ അതിൽ ഞങ്ങൾ ആ, ആയിപ്പോയേനെ. ഓക്കെ, ഓക്കെ. പിന്നെ തിരിച്ചു വരികയില്ലായിരുന്നേനെ. ആ, പിന്നെ എന്നാ നമുക്ക് ഈ സിറ്റിസൺഷിപ്പ് കിട്ടിയാലും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പം അത് നമുക്ക് ഒരു വല്ലാത്ത ഒരു നമ്മുടെ ഇന്ത്യൻ ഫീലിങ്സ് പാസ്പോർട്ട്. നമുക്കത് ഇപ്പം അത് തിരിച്ചു കൊടുത്തിട്ട് ഈ ജർമ്മൻ സിറ്റിസൺ ആയിട്ട് കഴിയുന്നവരുടെ അതെ, ഫീലിങ്സ് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ സങ്കടം വരും. അതെ. നമ്മുടെ റൂട്ട് എന്തായാലും അതെ 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 അവർ പറഞ്ഞപ്പോൾ ഇവിടെയാണല്ലോ. കാര്യം പിന്നെ പാസ്പോർട്ടിൽ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ ഫോറിനറാ. ആ, അതെ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ആ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രൗൺ ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു വീഡിയോ അതെ, ഇറങ്ങിയിട്ടുണ്ട്. അതെ. ഞാൻ ഒരു ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ആയിട്ട്. കറക്റ്റ്. അത് കണ്ടപ്പോൾ അവരുടെ ആ ഫീലിംഗ് അതുപോലെ തന്നെയാണ്. അവർ ആ. പറയുന്നത് അത് പോലെ കുറച്ച് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇതാ. എല്ലാവരും അത് കാണേണ്ട ഒരു അതെ വീഡിയോ അതെ തന്നെയാണ് അതെ അത്. അതെ. ഇപ്പൊ ജർമ്മനി അത് പ്ലാൻ ചെയ്യുന്നവര് ആ ഒരു ഡോക്യുമെന്ററിയും കൂടെ അതെ കണ്ടു അത് കഴിഞ്ഞാൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്ത് സുഖമാ. അല്ല അങ്ങനെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു ലൈഫ് എന്നുള്ളത്. അവരൊക്കെ പോയി അവർക്ക് കിട്ടിയ സ്റ്റൈപ്പൻഡൊക്കെ വെറും 10ഉം 15ഉം ജർമ്മന്മാർക്കാ. ആഹാ. ഏ 10ഉം 15ഉം. 15ഉം ജർമ്മന്മാർക്കാ. അന്ന് ഓക്കെ, ജർമ്മൻ ഓക്കെ. മാർക്കിന് 2 രൂപയാ. ഓർത്ത് നോക്കിക്കേ. ഓഹ്. ഇവിടത്തെ ഇന്ത്യൻ മണിയായിട്ട് ഇന്ത്യൻ മണി 2 രൂപ വരുന്നുള്ളൂ. അല്ല 200 രൂപ. 200 രൂപ. ആ ഓക്കെ, ഓക്കെ.
അപ്പം അങ്ങനെയുള്ള അപ്പോൾ ഈ പോയവരെല്ലാവരും തന്നെ ഒരു മോശമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ സാമ്പത്തികമായിട്ട് ആ, ആ. മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ പോയവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അല്ലെങ്കിൽ അങ്ങനെ ഉം. വിടുകയില്ലല്ലോ. അതെ അതെ അപ്പം പോയി കുടുംബവും രക്ഷപ്പെടും, പോകുന്ന ആളും രക്ഷപ്പെടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലെ പേരൻസ് വിടുന്നത്. ഏ, അല്ലെങ്കിൽ നമ്മൾ മലയാളീസ് ആണല്ലോ ഏറ്റവും ആദ്യം മുതൽ ഈ മൈഗ്രേഷൻ സ്റ്റാർട്ട് ആയത്. അതെ അതെ നമ്മൾ എത്തിപ്പെടാത്ത എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം 60s മുതൽ തന്നെ നമ്മൾ നാട് വിടാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി. നാട് വിടാൻ ആ, തുടങ്ങിയിട്ട്. അതുകൊണ്ട് അതെ തന്നെ അതെ മലയാളി ഇല്ലാത്ത ഒരു കൺട്രി എവിടെയില്ല. അതെ എല്ലാ അതെ. സ്ഥലത്തും നമ്മുടെ ഒരു ഫുട് പ്രിന്റ് നേരത്തെ ഉണ്ട് നമുക്ക്. മദ്രാസ്, ബോംബെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ആദ്യകാലങ്ങളിൽ പൊക്കോണ്ടിരുന്നത്. അതെ ഇപ്പൊ അതെ അവിടുന്ന് എല്ലാം ആ, വിട്ടു. ഇപ്പൊ വീണ്ടും ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പൊ അതെ കൂടുതലും ഒരു എങ്ങനെയാലും മീൻസ് ആദ്യം ജോലിക്ക് എന്ന് പറഞ്ഞിരുന്ന സമയം ഇപ്പൊ പഠിക്കാൻ എന്നുള്ള ഒരു ട്രെൻഡിലോട്ട് അതെ വന്നു. അതെ ആദ്യം അതെ എന്തെങ്കിലും ഒരു ജോലിക്ക് പുറത്ത് പോവാം എന്നുള്ള ഒരു രീതിയായിരുന്നു. ഇപ്പൊ അതെ അതെ എല്ലാവരും എങ്ങനെയും പഠിക്കാൻ പോവാം, എന്നിട്ട് അവിടെ സെറ്റിൽ ആവാം അതെ 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 എന്നുള്ള അതെ. രീതിയിലാണ്. കാരണം അവിടെ ലൈഫ് സേഫ് ആക്കാവുന്നുള്ള ആ ലൈഫ് പ്രതീക്ഷയിലാണ് എല്ലാവരും അതെ പോകുന്നത്. എനിക്ക് അതാണ് ഇപ്പൊ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികള് ജർമ്മനി ചൂസ് ചെയ്യണം? ഏഹ് അവിടെ ഈ ഹൗസ് ബിൽഡിങ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരങ്ങൾ വളരെ ബ്രോഡായിട്ടുള്ള ആണ്. അപ്പം ഈ ഏത് ഹൗസ് ബിൽഡിങ്ങും അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ ഇന്നതെന്നില്ല. ഇപ്പം ഒരു നമ്മുടെ ഈ ഈ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഫീൽഡ്. കൺസ്ട്രക്ഷൻ ഓക്കെ, ഞാൻ ഈ ഫീൽഡിലുള്ളവർ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞല്ലോ മാം, ആ ഈ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി എന്താണ് ഈ ഹൗസ് ബിൽഡിംഗ് ഹൗസ് എന്ന് ബിൽഡിംഗ് പറഞ്ഞാൽ? എന്ന് പറഞ്ഞ കോഴ്സ് എന്നുള്ളതേ ഉള്ളൂ. കോഴ്സ് ആ എന്തെങ്കിലും ഒരു കോഴ്സ്? ഏതെങ്കിലും ഒരു കോഴ്സിനാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്, ആ, ഹോട്ടൽ ഒരുപാട് ഹൗസ് മാനേജ്മെന്റ്, ബിൽഡിങ്സ് ഇപ്പൊ ഹോട്ടൽ ഉണ്ട് നമുക്ക്. മാനേജ്മെന്റിന് പഠിക്കുന്നത് ഒരു ഹൗസ് ബിൽഡിംഗ് ആണ്. ആ, ഈ പഠിക്കുന്ന ആ കോഴ്സിനെയാണ് അതിനൊരു കോഴ്സ് ആണ്. ഹൗസ് ഇപ്പൊ ബിൽഡിംഗ് അതാണ് ഹൗസ് ബിൽഡിംഗ് ഹൗസ് എന്നുള്ള ഒരു ബിൽഡിംഗ് എന്ന് സംഭവം. പറയുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം ചിലർ ഓർക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞത് എന്നാന്ന് പോലും അറിയാതെ സംസാരിക്കുന്ന അതെ ഒത്തിരി അതെ അതെ പേരുണ്ട്. അതിപ്പോ ഇപ്പം നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെയും ഡിക്ഷണറി നോക്കി അതൊക്കെ തപ്പിപ്പിടിച്ച് അതെ എല്ലാവരും അതെ ഇത് ജർമ്മൻ ആകുമ്പോൾ അല്ല, ആരും ഹൗസ് അത്ര ബിൽഡിംഗ് ഒരു ഡിഗ്രി ആണെന്ന് ആ കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. അതെ അതെ അല്ല ഹൗസ് ബിൽഡിങ്ങിന് ഒരു ഈ മാർക്കറ്റിങ്ങിനായിട്ട് പലരും യൂസ് ചെയ്യുന്നുണ്ട് അതെ അവിടെ അതെ ഹൗസ് അതെ ബിൽഡിങ്ങിന്. പക്ഷെ ആക്ച്വലി ആ ഒരു ഹൗസ് ബിൽഡിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇതാണ് ഒരു സംഭവം. കോഴ്സ് ഒരു എന്നുള്ളതാണ്. കോഴ്സ്, ഏതെങ്കിലും ഒരു കോഴ്സാണ് ആ ഹൗസ് ആ ബിൽഡിംഗ്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഈ ഹൗസ് ബിൽഡിംഗ് തന്നെ എത്ര ടൈപ്പ് ഓഫ് ഹൗസ് ഓ ബിൽഡിങ്സ് ഉണ്ട് നമുക്ക്? ഇതെല്ലാം ഹെൽത്ത് ഫീൽഡിൽ തന്നെ ആ, ഒത്തിരി ഒത്തിരി ഉണ്ട്, ഉണ്ട് അല്ലേ? ഒത്തിരി ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പം ഈ ഹൗസ് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ബിൽഡിംഗ്, ആ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങില് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ പിന്നെ ഫാർമസിസ്റ്റ് അതും ഇതിൽപ്പെടുന്നതാണ്. പിന്നെ എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റ്, പിന്നെ ഈ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നത് കയറി ടെക്നിക്കൽ വരുന്ന ആയിട്ടുള്ള വേറെയും ഹൗസ് എല്ലാം കയറി ബിൽഡിങ്സ് വരുന്ന ഉണ്ട്. ലബോറാൻഡ് ലബോറട്ടറി. ഓക്കെ. ഇതെല്ലാം ആ അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻ ഓക്കെ. എല്ലാം എന്ന് ഇതിനകത്ത് വെച്ചാൽ കയറി ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് എങ്ങനെയാണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയാണോ, അതൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ചില ഹോസ്പിറ്റലിൽ പഠിപ്പിക്കുകയാണോ? പണ്ട് ഞങ്ങൾ പഠിച്ച കാലത്ത് എല്ലാം ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഉം. നേഴ്സിംഗ് സ്കൂളുകളിലാണ് ഈ പഠിപ്പിച്ചിരുന്നത്. ഹൗസ് ബിൽഡിംഗ് നടക്കുന്നത്. ആ അപ്പം അവർക്കത് എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ തിയറി കൊടുക്കുന്നതിനോടനുസരിച്ച് പാരലായിട്ട് അവർക്ക് പ്രാക്ടിക്കലും കൊടുക്കാൻ കൊടുക്കാനായിട്ടുള്ള പറ്റും. ഒരു ഓപ്പർച്യൂണിറ്റി ഓക്കെ, അവിടെ അതാണ് ഉണ്ട്. ഈ സ്റ്റൈപ്പൻഡ് എന്നുള്ള അതിന് ഒരു ടേം അത് വരുന്നത്. അതെ അതെന്നു വെച്ചാൽ അവർ സാധാരണഗതിയിൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ആ ഒരു ട്രെയിനിങ് അവിടെ കൊടുത്തിരിക്കും. ഓക്കെ. ബ്ലഡ് എടുക്കാനോ ആ, ചെറിയ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാനോ, പിന്നെ ആദ്യമേ ഒരു പ്രഷർ നേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ഡ്യൂട്ടി ആണ് പഠിപ്പിക്കുന്നത് ഭൂരിഭാഗം അല്ലേ? കാര്യങ്ങൾ ആ ആ ഭൂരിഭാഗം ഈ വെയിനൊന്നും ഇത് വിഗോ ഇടാൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇടാൻ ആ അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ചെയ്യിക്കുകയില്ലായിരുന്നു. എന്നാലും ഒരുമാതിരി ഒരു 6 മാസം കഴിയുമ്പം ആൾക്കാരുടെ കോൺഫിഡൻസ് അനുസരിച്ച് ഈ പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ കോൺഫിഡൻസ് അനുസരിച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനായിട്ട് കൊടുക്കും, അവരെ ഏൽപ്പിക്കുമായിരുന്നു. ഏൽപ്പിക്കും. അതുകൊണ്ട് ഓക്കെ. പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ആ ആ നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് വേറൊരിടത്ത് പോകേണ്ടി വന്നിട്ടില്ല. ആ ഓക്കെ. ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും സ്റ്റുഡൻസ് പോകുന്നത്. കാരണം ഈ ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട്. സ്റ്റൈഫൻഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് 900
ജർമ്മന്മാർക്കാ കിട്ടിക്കൊണ്ടിരുന്നത്. ആഹാ. 18,000 രൂപ. 10,000 ആ അന്നത്തെ കാലത്ത്. ഇന്നൊരു നേഴ്സിന് അത്രയേ കിട്ടുന്നുള്ളൂ ഇവിടെ. അതെ അതെ, ഏ അത് അതുപോലെ ശരിയാണ്. നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് അന്ന് കിട്ടി. ഞങ്ങളുടെ ബാച്ചാണ് ആദ്യത്തെ ബാച്ച് അത്രയും കൂടുതൽ ആ എമൗണ്ട് കിട്ടി, സ്റ്റൈഫൻഡ് കിട്ടി പഠിച്ചത്. ഓക്കെ ഓക്കെ ഞങ്ങളുടെ ബാച്ചായിരുന്നു ആദ്യത്തേത്. ഓക്കെ. അപ്പൊ ഈ സ്റ്റൈപ്പൻഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പൊ എങ്ങനെയാണ് അത് നമുക്കത് അവരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ആദ്യത്തെ വർഷം 900 തൊട്ട് 1000 വരെ, പിന്നെ അത് കഴിഞ്ഞ് 1200 അങ്ങനെ ഉള്ള ഓരോ വർഷവും കൂട്ടി കൂട്ടിയാണ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നത്. ഓക്കെ. ഇതിന് ഓരോ വർഷം കൂടുമ്പോൾ സ്റ്റൈപ്പൻഡ് കൂടി സ്റ്റൈഫൻഡ് കൂടി കൂട്ടി വരും. കൊടുക്കും. ഓക്കെ. ഇപ്പോ അറൗണ്ട് ഒരു 1000 യൂറോ 1000 വരുന്നുണ്ട് അല്ലേ? 200 ആ റേഞ്ചിൽ 300 വരുന്നുണ്ട്. ആ ലെവലിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് മെയിനായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കൺസേൺ ഇതിന്റെ ഒരു വാല്യൂ ആണ്. ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പഠിക്കുമ്പോൾ പഠിച്ചതിന് ഉണ്ടാവുമ്പോൾ ശേഷം ശേഷം ഉണ്ടാവുന്ന അതിന്റെ ആ. വാല്യുവേഷൻ. അത് നമ്മളിവിടെ ഒരു നേഴ്സിംഗ് പഠിച്ച് പാസ്സായാലും നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ RN-ഉം OET-യും അങ്ങനെയൊക്കെയുള്ള അതെ അതെ, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൺട്രീസിലോട്ട് പോകണം. അത് ആ അവിടെയും ചെയ്യണം. നമുക്ക് അവിടെയും മറ്റുള്ള ചെയ്യണം. ഇംഗ്ലീഷ് സംസാരിക്കുന്നിടത്തോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് പാസ്സായ സർട്ടിഫിക്കറ്റ് ഓക്കെ. വേണം. അല്ലാതെ അതിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്തൊരു ഇല്ല പ്രശ്നം ഇല്ല വരുന്നില്ല. ഇല്ല ഇല്ല. ഇപ്പൊ നമ്മളെ നാട്ടില് അനാറ്റമി എല്ലാം ഒന്നല്ലേ? സെയിം അത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഇപ്പം ജോലിയെല്ലാം ഒന്നാണ്. മനുഷ്യരുടെ ശരീരത്തിന്റെ ഘടനകളെല്ലാം ഒന്നല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ ലാറ്റിൻ വേർഡ്സുകളൊക്കെ ധാരാളം ഈ അനാറ്റമിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ അതനുസരിച്ച് നോക്കുമ്പം നമുക്കിത് ഏത് രാജ്യത്ത് പോയാലും വേർഡ്സിന് മാറ്റം വരുന്നില്ല. ഓക്കെ. ഇപ്പം ജർമ്മനിയിൽ നമ്മളിപ്പം പിന്നെ ഒരു കൈക്ക് ഹാൻഡ് എന്ന് പറയും, ഇവിടെ ഹാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഏ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ നമുക്കിപ്പോൾ പറയുന്നത്, നമുക്ക് സ്റ്റൊമക്ക് സംബന്ധമായ രോഗങ്ങൾ പറയുന്നത്, നമ്മൾ ആമാശയ രോഗങ്ങൾ എന്ന് പറയുന്നില്ല, ഗാസ്ട്രോ അതെ. അങ്ങനെയൊക്കെയുള്ള ആ ആ ഒരു അത് എല്ലാ ഇതിലും എല്ലാ രാജ്യത്തും ഒരേ ഇതിലാണ് സെയിം പറയുന്നത്, തന്നെ. ഗാസ്ട്രോ എന്ന് അതെ, തന്നെയാണ്. അസുഖത്തിന് ഫീവർ വേർഡ് ഫീവർ തന്നെ. മാത്രമല്ലേ വരൂ, രോഗം അതെ സെയിം അതെ, തന്നെയാണല്ലോ. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് കാര്യങ്ങളാണേലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഫങ്ഷനുകളെല്ലാം അതെ അതെ അത് അതെ ജർമ്മനിയിലാണേലും അമേരിക്കയിലാണേലും ഒന്ന് തന്നെയല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഓപ്പറേഷന് കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം ഒരേ ഇതിൽ തന്നെയാണ് ഒരേ പോകുന്നത്. ഇതിലാണ് അപ്പോൾ പോകുന്നത്. നമുക്ക് ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ നാട്ടിലൊരു BSc നഴ്സിംഗ് പഠിക്കുന്നതിന് പകരം നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അതെ അതെ, നല്ലത് അതിനനുസരിച്ച് വരുന്നത്. നമ്മളിപ്പം ജർമ്മനി പഠിക്കുമ്പോൾ നമുക്ക് പല ഫെസിലിറ്റീസും പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉം, ഏ ഉം. അത് ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുന്ന നേഴ്സിംഗ് കോളേജിൽ പഠിച്ചതിന് ശേഷം പോയി പിന്നെയും പ്രാക്ടീസ് അതെ, ചെയ്യണം, ഒരു വർഷം എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പ് വേണം. ചെയ്യണം. അത് അവിടെ ആവശ്യമില്ല. അവിടെ ആവശ്യമില്ല. ഏ ഇവിടെ ഇപ്പോൾ അത് ഇവിടെ നമ്മളിപ്പോൾ ഒരു നഴ്സിംഗ് ഇപ്പോൾ നമുക്കൊരു ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോളേജിലൊക്കെയാണ്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോളേജിൽ തന്നെ പഠിച്ചിട്ട് ഒരു നഴ്സിംഗ് പഠിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ആ കാരണം മറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ആ ചെയ്ത് ആ, അവിടെ നഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. ഇല്ല, ഇപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അത് തീർച്ചയായിട്ടും ഇതിൽ പഠിക്കണം. അതുള്ളത് അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ മാത്രം അല്ലെങ്കിൽ നേഴ്സിംഗ് സ്കൂൾ കോളേജുകൾ സ്കൂളുകൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ എന്നാണ് അതെ ഞാൻ പറയുന്നത്. അതെ അതെ എന്നുവെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് പണി കിട്ടും. അതെ, നമുക്ക് ഏ, ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പേഷ്യൻസിനെ അതെ നോക്കി അതെ, ഇതിപ്പം തുടങ്ങണം. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് 6 ആഴ്ചത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തിയറി ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി. ആ അപ്പോൾ ഈ 2 മലയാളികൾ ഒരുമിച്ച് ഒരിക്കലും അവർ വാർഡിൽ ഇടുകയില്ല. ആ എന്നുവെച്ചാൽ തമ്മിൽ അതെ മലയാളം സംസാരിക്കും എന്നുള്ളത് കൊണ്ട്. സംസാരിക്കണം. പിന്നെ നമ്മൾ നിർബന്ധിതരാകും നമ്മൾ ജർമ്മൻ സംസാരിക്കാൻ. ഉം. തെറ്റാണേലും നമ്മൾ പറയും. അതെ. ഏ തെറ്റാണേലും പറയുമ്പോൾ അവർ നമ്മളെ കറക്റ്റ് ചെയ്യും. ഉം. നമ്മൾ അത് ഒരു പിന്നെ അയ്യോ ചോദിച്ചാൽ എങ്ങനെ ശരിയാവുമോ അങ്ങനെയുള്ള ആ ഒരു സംശയത്തിൽ നിൽക്കാതെ നമ്മൾ ധൈര്യമായിട്ട് പറയണം. പറഞ്ഞേ പഠിക്കത്തുള്ളൂ. അതെ അതെ ഏ അതെ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിന് ഒട്ടും പുറകോട്ടല്ലായിരുന്നു. ഉം. എന്നുവെച്ചാൽ തെറ്റിയാലും സാരമില്ല, എനിക്ക് അതെ. ജർമ്മൻ പഠിക്കണമെന്നുള്ള ഒരു ഒരു അല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഈ അതെ ജർമ്മൻ ലാംഗ്വേജ് അതെ പഠിക്കാൻ അതെ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ മാം, ഇപ്പൊ ഈ ജർമ്മൻ ലാംഗ്വേജ് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അത് അവിടുത്തെ കമ്മ്യൂണിക്കേഷന് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഓക്കെ. നമ്മൾ പേഷ്യൻറ്റുമായിട്ടല്ലേ, ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് തന്നെ തുടക്കത്തിലേ ഒരു പേഷ്യൻറ്റുമായിട്ടാണ് നമുക്ക്
കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതിനനുസരിച്ച് ഒരാൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പറയും എനിക്ക് തലവേദന എടുക്കുന്നെന്ന് അവരുടെ ലാംഗ്വേജിൽ ഇങ്ങോട്ട് പറയുമ്പം നമ്മളവിടെ നോക്കി നിൽക്കരുത്. എന്നതാണോ അവർ പറഞ്ഞത്? ഉം, ഉം, ഉം. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ മെഡിക്കൽ ജർമ്മനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഓക്കെ ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ മെഡിക്കൽ ജർമ്മൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് നമ്മുടെ ഇന്റേണൽ ബോഡി പാർട്സ്, ഓർഗൻസ്. ഓക്കെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബോഡി പാർട്സ് ആദ്യം അത് പഠിപ്പിക്കും. ഓക്കെ അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ ഓക്കെ അതിൻ്റെ പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാണത്, എന്തുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സിംറ്റംസും അതിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെയൊക്കെ ഒരു ജർമ്മൻ രീതിയിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കും. കൊടുക്കും. ഓക്കെ ഇപ്പോൾ അപ്പൊ അവിടെ നമുക്ക് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് ഞങ്ങളൊരു റീൽസ് ചെയ്തായിരുന്നു. ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന എടുക്കുന്നു. ഞങ്ങളത് ചെയ്തായിരുന്നു. ഓക്കെ അപ്പം അന്നേരം നമ്മളവിടെ നിന്നിങ്ങനെ ഇപ്പോൾ ഇനി ഞാൻ എന്നാ ചെയ്യും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കാതെ, സംശയത്തിൽ നിൽക്കാതെ നമ്മളപ്പോൾ ചോദിക്കുക എന്ന് തൊട്ട് ഇതായി അസുഖം തുടങ്ങിയെന്ന് ചോദിക്കാൻ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് വേണം. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു നോർമൽ ജർമ്മൻ ലാംഗ്വേജ് അതെ, അല്ലാതെ ഈ മെഡിക്കൽ ടേംസും കൂടെ അറിഞ്ഞാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ചിലർ നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ പോലെ ചിലർ വളരെ മെഡിക്കൽ വേർഡ്സ് തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ്. കാര്യങ്ങൾ അതെ പറയുന്നവരുണ്ട്. അതെ അല്ല ഇപ്പൊ നമ്മള് ചില ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ നമ്മളും ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ സിംറ്റംസ് പറയുമ്പോൾ ഇതുണ്ട് ആ അതെ 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 സ്പെസിഫിക് വേർഡ്സ് ആണല്ലോ ആ നമ്മൾ യൂസ് ചെയ്യുക. അതെ അതെ അപ്പൊ ഇപ്പം ചില പേഷ്യൻ്റൊക്കെ വന്നിട്ട് പറയും എൻ്റെ പിന്നെ പ്രഷർ വളരെ ഹൈ ആണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഡോക്ടേഴ്സ് അന്നേരം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ സംസാരിക്കുന്നു. അപ്പം ഈ പ്രഷർ എന്നാന്ന്, ബ്ലഡ് പ്രഷർ ഹൈ, ചിലർ പറയും എനിക്ക് പ്രഷറാന്ന് പറയും. എന്നാ പ്രഷറാ, ഹൈ ആണോ അതോ ലോ ആണോ എന്ന് അവർക്ക് പറയില്ല. തന്നെ അതെ അതെ അറിയത്തില്ല. അതെ അതെ ഏ, കറക്റ്റ്. അപ്പം ജർമ്മൻകാരെന്ന് പറയുന്നത് അവർ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ അവർ അറിഞ്ഞിട്ടേ സംസാരിക്കത്തുള്ളൂ. പിന്നെ ഒന്ന് അവർക്കൊരു മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കൊടുക്കുവാണെങ്കിൽ ഇത് എന്തിനുള്ളതാണെന്ന് ചോദിക്കും. ആ ആ ഓക്കെ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് ചോദിക്കും. ആ ഓക്കെ ഓക്കെ പിന്നെ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, അവിടെ മെഡിസിൻ്റെ എല്ലാത്തിൻ്റെയും കവറിനകത്ത് ഈ ഇൻഡിക്കാച്യൂൺ എന്നും പറഞ്ഞിട്ട് ഒരു അതിന് പറഞ്ഞ പിന്നെ പേപ്പർ, അതിനകത്തുള്ള ഒരു ഇതിനെക്കുറിച്ച്, മെഡിസിനെക്കുറിച്ച്, അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ വിശദീകരിച്ച് ഒരു ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ടായിരിക്കും. നോട്ടുണ്ട്. ഇവിടെ അതങ്ങനെയില്ല. ഇവിടെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് എനിക്ക് അതെ 5 ഇവിടെ ക്രോസ് ആർക്കും എന്തും ചോദിച്ചാലും കിട്ടും. 5 പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും ക്രോസും കിട്ടും. തരാൻ പറയും, അല്ലെങ്കിൽ ഇന്നത് തരാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ ഉടനെ അവർ കട്ട് ചെയ്ത് അതെ 5 അതെ അതിൻ്റെ പിന്നെ എക്സ്പയറി ഡേറ്റിൻ്റെ അവിടെ മുതൽ കട്ട് ചെയ്താ കൊടുക്കുന്നത്. അതെ ഇത് അതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു പിന്നെ കാലത്ത് എനിക്ക് മനസ്സിലാവില്ല. തലവേദന എടുക്കുന്നത്, എന്നാ ഒരെണ്ണം എടുത്തേക്കാം. അന്ന് ചെന്ന് എടുക്കുമ്പോഴത്തേക്ക് അതിന് എക്സ്പയറി അലർജി കഴിഞ്ഞാണ്. അതെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പ്രശ്നങ്ങളാകും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ കമ്മ്യൂണിക്കേറ്റീവ് ജർമ്മൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. ഇപ്പൊ മാം ഇപ്പൊ ഈ പറഞ്ഞ മെഡിക്കൽ ജർമ്മൻ, കമ്മ്യൂണിക്കേറ്റീവ്, അപ്പൊ ഈ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. ഇപ്പൊ മെഡിക്കൽ ജർമ്മൻ ഒരു എസ്പെഷ്യലി നമ്മളൊരു ഈ മെഡിക്കൽ ഫീൽഡിലോട്ട്, നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ കമ്മ്യൂണിക്കേറ്റീവ് ജർമ്മൻ നമുക്ക് അതൊരു കമ്മ്യൂണിക്കേറ്റീവ് ജർമ്മൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം PG ചെയ്യാൻ പോകുന്നവർക്ക് അത് അത്യാവശ്യമാണ്. ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും. അവരപ്പോൾ പുറത്തു പോയാണ് വർക്ക് ചെയ്യേണ്ടത്. അന്നേരം അതെ ജർമ്മൻ കമ്പനികളിലാണ് മിക്കവാറും വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അതെ അതെ ഭൂരിഭാഗവും. അതെ അതെ അപ്പോൾ അവർക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് ജർമ്മൻ്റെ അത്യാവശ്യമുണ്ട്. ഓക്കെ. നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അതുപോലെ ആ അതുപോലെ ഒരു വരുന്ന ഒരു അതിൽ സംഭവം, തന്നെ വലിയ ഗ്രാമർ അതെ അങ്ങനത്തെ അതെ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഞാനിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനിപ്പം പിന്നെ ഇതിൻ്റെ ഗ്രാമർ സൈഡൊന്നും ചിലപ്പോൾ ഞാൻ സൂക്ഷിച്ചെന്നിരിക്കുകയില്ല. ആ നമ്മളിപ്പോൾ മലയാളം പറയുമ്പോൾ എങ്ങനെ അതെ നമ്മളെല്ലാ അതെ ഗ്രാമർ സൈഡ് ഇല്ല നോക്കിയാണ് ഇല്ല ഇല്ല സംസാരിക്കുന്നത് ഇല്ല എന്ന് ഇല്ല പറഞ്ഞതുപോലെ, ജർമ്മൻ സംസാരിക്കുമ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ഗ്രാമറൊന്നും ശ്രദ്ധിക്കുകയില്ല. അതെ പിന്നെ അതെ അവരന്നേരം ചോദിക്കും, ഇത് അക്യുസാറ്റീവ് ആയിരുന്നോ ഡാറ്റീവ് ആയിരുന്നോ? ആ ഏ അപ്പം നമ്മൾ പറയും, ആ അന്നേരം നമ്മളൊന്നുകൂടെ ചിന്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പറയും. ഏ അല്ലാതെ ഇപ്പം നമ്മൾ എനിക്കത് ഫ്ലുവൻ്റ് ആയിട്ട് മനസ്സിലായില്ല, എന്നാലും ഞാൻ തലാട്ടുന്നതാണ് കേട്ടോ. അല്ല, ഓക്കെ. നമ്മൾ ഈ ഗ്രാമറിൻ്റെ ഒരു പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ നമ്മൾ വരുന്നു. എവിടെ എങ്ങനെ പ്രയോഗിക്കണം, അത് ശരിയാണോ
അത് ശരിയാണോ എന്ന് ആലോചിച്ചിട്ടല്ലേ അതെ, അതെ, സംസാരിക്കുന്നത്. അതെ. അല്ല ഇപ്പൊ ഞാനൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ആ ഇപ്പൊ നമ്മളൊരു ഗ്രാമർ നോക്കിയിട്ടൊന്നും ആവില്ല നമ്മള്. ആ ഈസ് വാസ് എന്നൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കഴിഞ്ഞ പക്ഷെ പ്രാവശ്യം ഒരാൾ തമാശ രൂപേണ പറഞ്ഞു, നീ ഒരു 100 വാക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതിടാ, നിനക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റുമെന്ന് പറ്റും. പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്നു. നമ്മൾ കഴിവതും ജർമ്മൻ ലാംഗ്വേജ് എത്രമാത്രം വേർഡ്സ് പഠിക്കാൻ പറ്റുന്നോ അത്രയും വേർഡ്സ് പഠിക്കുക. ഓക്കെ. അതിൻ്റെ വെക്കാബുലറി സ്പെല്ലിങ് കൂട്ടാന്നല്ലേ അല്ലേ? അതിൻ്റെ അത് തന്നെ, അതിൻ്റെ സ്പെല്ലിങ് മനസ്സിലാക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, ഇത് എവിടെ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഒരുമാതിരി നമ്മൾ ലാംഗ്വേജിലേക്ക് ലാംഗ്വേജ് നമ്മൾ പഠിക്കും. വരും. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഒരു മോസ്റ്റ്ലി ഈ ഒരു ലാംഗ്വേജ് അതെ പഠിക്കാനും അതെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലോട്ടും വരുന്നത്. അപ്പൊ അവര് ഈ ഒരു +2 വരെ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അവര് പഠിച്ചിരുന്നത് ഒരു ബുക്കിൽ നോക്കി പഠിക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ് അവിടെ. ഇവിടുത്തെ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. പെൻ ആൻഡ് പേപ്പർ, ഒരു സ്പൂൺ ഫീഡിങ് ടൈപ്പ് ആണ്. അതെ അതെ അപ്പൊ അതെ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അവര് ചിലപ്പോൾ ഒരു ലാംഗ്വേജ് പഠിച്ചത് അവർ കിൻഡർ ഗാർഡനിലായിരിക്കും. ABCD പഠിച്ചത് അതെ ആ ഒരു സ്കൂൾ അതെ ടൈമിലായിരിക്കും, കിൻഡർ ഗാർഡൻ ടൈമിലായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു +2 കഴിഞ്ഞ കുട്ടികൾ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് അത് എങ്ങനെയാണ് അവർക്കത് അവരിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുക, അവർക്ക് നമുക്ക് അവർ ആ ഒരു കറക്റ്റ് കുട്ടികളാണോ? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ജർമ്മൻ ഭാഷ പഠിക്കാൻ പഠിക്കാൻ വരുന്നത്. വരുന്നത്. അതെ അപ്പം അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ഉണ്ട്. ചെയ്യുന്നില്ലേ? ഞാൻ വരുന്ന സ്റ്റുഡൻസിനോടെല്ലാം പറയുന്ന ഒരു കാര്യം, ഇവർ +2 വരെ 6 സബ്ജക്റ്റ് ഉണ്ടല്ലോ അതെ, 6 പഠിക്കാൻ. സബ്ജക്റ്റ് ആണ്. 6 സബ്ജക്റ്റിൽ അവർ പഠിച്ച് പാസ്സായി. ഉം, എന്നാൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് പാസ്സാകാൻ അവർക്ക് പറ്റും. ഉം. അതെന്ന് വെച്ചാൽ മറ്റേത് ഇവർക്ക് ഈ 6 സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത്. അതെ, അതെ. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഉം. അപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് കുറച്ച് എഫേർട്ട് അതിലേക്ക് നമ്മൾ ചിലവിടുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം, ലാംഗ്വേജ് പഠിച്ചു എന്നുള്ള ലാഭം കിട്ടും. കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത് നമുക്കൊരു ഇത് ഈ എഫേർട്ട് ലാംഗ്വേജ് എത്രത്തോളം നമ്മൾ എടുക്കണം അത് ഇപ്പോൾ എഫേർട്ട് നമ്മൾ ഈ 6 സബ്ജക്റ്റ് അവിടെ അത് പഠിച്ച് പാസ്സാകണമെന്നുള്ള ഉം. ഒരു ഉണ്ടല്ലോ, അതെ, നമുക്കുണ്ടല്ലോ ഒരു ഉണ്ട്. ആവേശം. അതെ, ഏ ഉണ്ട്. ഉം. മിക്കവാറും കുട്ടികൾക്ക് ഒരു +2 ഉണ്ട്, എങ്കിലും ഉണ്ട്. പഠിച്ച് നല്ല മാർക്ക് സ്കോർ ഉണ്ടാക്കണം. ലഭിച്ച് ഉം. കയറണമെന്നുണ്ടല്ലോ. അപ്പോൾ ആ എഫേർട്ടൊക്കെ തന്നെ മതി ഇതിനും. ഉം, അത്രയും ഉം. തന്നെ എഫേർട്ട് വേണ്ട. അതെന്നാന്ന് വെച്ചാൽ ഇത് ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ആഹാ. അല്ല ഇപ്പോൾ മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ഒരു 3 വർഷമായിട്ട് നമ്മൾ ഈ കുട്ടികൾ വരുന്നു, ജോയിൻ ചെയ്യുന്നു, പഠിക്കുന്നു, പകുതി വെച്ച് നിർത്തി പോകുന്നു, ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഇത് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ച് വിടുന്നത് കൂടാതെ ഉം. കുട്ടികൾ മറ്റ് അവർ തന്നെ ഈ കാര്യത്തിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കണം. അതെ. അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നാലേ ഈ ലാംഗ്വേജ് അവർക്ക് സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. ആഹാ. അതെന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് അത് ചെയ്യാതിരുന്ന് പിന്നെ ഏതോ ഒരു കാലത്ത് നമ്മൾ അത് പൊടി തട്ടി നോക്കിയാൽ ഉം. അറിയാമല്ലോ അല്ല നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പൊടി പോവും പിടിച്ചു പോകുന്ന പോവും. സംഭവമാണ്. അതെന്ന് അപ്പോൾ വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പം 30 വർഷത്തോളം ഞാൻ റെഗുലർലി സംസാരിച്ചിട്ടില്ല. ആ ഹാ ഹാ അതെ, അതെ. 30 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നതിന് ഇടയ്ക്കിടയ്ക്ക് ശേഷം അതെ. ഇന്ത്യയിൽ വന്നതിന് ശേഷം വർഷത്തിലൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു കണക്ക് കൂട്ടി ആകെ കൂടി ഒരു മാസത്തോളം ആ ഈ എല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടിയാൽ സംസാരിക്കുമായിരിക്കും. അതെ. പക്ഷേ എനിക്ക് ഈ ലാംഗ്വേജിനോടുള്ള ഇഷ്ടം ഇഷ്ടം കൊണ്ട് കൊണ്ട് ഞാനിത് എപ്പോഴും സംസാരിക്കുകയും എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുകയും സംസാരിക്കുകയും പിന്നെ ഞങ്ങളുടെ കസിൻസൊക്കെ വരികയും അവരുടെ മക്കളൊക്കെ വരികയും ചെയ്യുമ്പോൾ അവരോടും അവർ ജർമ്മൻ മാത്രമേ പറയത്തുള്ളൂ. ആ അവരോട് ജർമ്മനൊക്കെ സംസാരിക്കും. അങ്ങനെ ഞാനിത് എപ്പോഴും ഒന്ന് തൂത്ത് തലോടി പൊടി തട്ടി എന്നും ഇരിക്കുന്നത്. വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നേ തീർച്ചയായിട്ടും. ഉള്ളൂ പിന്നെ അല്ലേ? ഈ ജർമ്മൻ മൂവീസൊക്കെ നല്ല മൂവീസൊക്കെ ഉണ്ട്. ഉം, ഉം. ഈ സിമ്പിളായിട്ടുള്ള ജർമ്മനിൽ ഉള്ള മൂവീസുണ്ട്. അതുപോലെ തന്നെ പിള്ളേരുടെ നല്ല നല്ല ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ട്. ഉം, ഉം, ഉം. പിന്നെ കാർട്ടൂൺസ്, ജർമ്മൻകാരുടെ തന്നെയുണ്ട് ആഹാ. കാർട്ടൂൺസ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ആയിട്ട്. നല്ല ഇതിലായിട്ട് നമുക്ക് പഠിക്കാനും അത് പിന്നെ നമുക്ക് സംസാരിക്കാനും പറ്റും. ഓക്കെ, ഓക്കെ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ജർമ്മനിയിൽ ഉണ്ടെങ്കിലും പലരും ഈ
പകുതിക്ക് വെച്ചിട്ടൊരു ബാക്ക് ഔട്ട് ചെയ്യുന്നൊരു ഇത് ആ, വരുന്നുണ്ട്. ഇപ്പൊ ഒരു മോട്ടിവേഷന്റെ ഒരു കുറവുണ്ട്. കുറവുണ്ട് ആ, കുറവുണ്ട്. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ +2 വരെ പേരൻസ് ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ അതെ തൂത്തു തൂത്തു കാപ്പി വേണോ ചായ വേണോ അതെ അതെ അതെ. എന്ന് ചോദിച്ച് ചോദിച്ച് വിശക്കുന്നുണ്ടോ ഉം, എന്നാ ഇച്ചിരി കിടന്ന് ഉറങ്ങിയിട്ട് പഠിച്ചാൽ മതി ഉം. എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മുടെ ആ അതെ അതെ രീതികളുണ്ടല്ലോ. അതെ. അത് അവിടെ ഈ കിട്ടുകയില്ല. ഉം. നമ്മൾ ജർമ്മനിയിൽ ചെന്ന് ഇപ്പം നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും ഏതോ ഒരു സിനിമാ നടൻ പറഞ്ഞ പോലെ അവനവൻ്റെ കാര്യം അവനവൻ നോക്കണം നോക്കണോ? എന്ന് പറഞ്ഞതുപോലെ ആരും പാമ്പർ ചെയ്യാനുണ്ടാവില്ല. ആരും ഇല്ല ഇല്ല. അതെന്ന് വെച്ചാൽ നമുക്കൊരു എയിം നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. കണ്ടിട്ടുണ്ടെങ്കിൽ ആ എയിമിലേക്ക് പോകാൻ നമ്മൾ ഏത് എഫേർട്ടും എടുക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ആഡ് കണ്ടായിരുന്നു. 5 ലക്ഷം വാക്കൻസീസ് ജർമ്മനിയിലുണ്ട് നേഴ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 5 ലക്ഷം വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് വാക്കൻസീസ് ആണ്. തീർച്ചയായിട്ടും അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം എടുത്താലേ അത് അത് ഫില്ല് ചെയ്യാൻ ആണ്. പറ്റുള്ളൂ. അതെ, അവർ പറയുന്നുണ്ടല്ലോ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പം പറയുന്നുണ്ട് വളരെയധികം ഷോർട്ടേജാണ്. നേഴ്സസിന്. നേഴ്സസിൻ്റെ ഷോർട്ടേജ് ഓൾഡ് ഏജ് ഹോമിൽ ഹോസ്പിറ്റലുകളിലെല്ലാം വളരെയധികം ഷോർട്ടേജാണ്. എന്നോട് തമാശനെ എന്നോട് പറഞ്ഞു, നീ വാ നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടെ ട്രൈ. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ആഗ്രഹമില്ലാതില്ല, പക്ഷെ നമ്മുടെ പ്രായം അതെ. കടന്നുപോയി. പുതിയ പിള്ളേര് വരട്ടെ അതെ അതെ എന്നുള്ളതല്ലേ. അതെ 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 പുതിയ അപ്പൊ എനർജി അങ്ങനെ വാക്കൻസീസ് നിലവിലുണ്ട്. ഉണ്ട് അതിപ്പോ ഉണ്ട്. അതൊരു അവര് പറയുന്ന ഒരു 2030 വരെയെങ്കിലും ആഹാ. ഇതിങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞും ഇത് കുറയാൻ ചാൻസ് ഇല്ല. ഇത് ഈ വേക്കൻസികൾ കൂടിക്കൊണ്ട് വരുവാണ്. അതെന്ന് വെച്ചാൽ അവിടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും. അവർക്ക് ഓക്കെ. പെൻഷൻ കിട്ടണം. ആഹാ. അവർക്ക് പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോലെ പറമ്പിൽ നിന്ന് നമുക്ക് അതെ. കൊണ്ടുവന്ന് തേങ്ങ വല്ലതൊക്കെ വിറ്റും അടക്ക വിറ്റും ഒന്നും കിട്ടില്ല. വിൽക്കാനൊന്നും ഇല്ല അവർക്ക്. അവർക്കാകെ 2 BHKയോ 3 BHKയോ ഒരു ചെറിയ വീട് മാത്രമേ അപ്പാർട്ട്മെന്റ് ഉണ്ടാവുള്ളൂ. കാണും. അത് ചിലപ്പം റെന്റ് കൊടുത്തായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് റെന്റ് വേണം. ആഹാ. അവരുടെ മറ്റുള്ള ഇതെല്ലാം ഗവൺമെന്റ് കൊടുക്കണം. ഉം, ഓക്കെ. ഏ, അപ്പൊ എന്ന് റെന്റ് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രായമുള്ളവർക്ക് പിന്നെ കുറച്ച് ഇളവുകളൊക്കെ കിട്ടും. കൊടുക്കുന്നുണ്ട്. ആഹാ. ആ, നമ്മൾ ആ ഒരു മീൻസ് എനർജി ഉള്ള ടൈമിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് നമുക്ക് നമുക്ക് തിരിച്ചു കിട്ടും. ആരോഗ്യം പിന്നെ ഇതില്ലാത്തപ്പോൾ അത് തിരിച്ചു തരും അല്ലേ? എനിക്ക് ഇത് കിട്ടിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ആ ഞാൻ അടച്ചത് ആ എനിക്ക് കിട്ടുന്നുണ്ട്. മന്ത്ലി എനിക്ക് കിട്ടുന്നു. ചെറിയൊരു എമൗണ്ടേ കിട്ടുന്നുള്ളൂ. ആ ഞാൻ കുറച്ചുകൂടി വർഷം കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് ആ നല്ലൊരു എമൗണ്ട് കിട്ടിയേനെ. കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് ആ അല്ല അതൊരു കിട്ടുന്നത് വലിയൊരു പിന്നെ കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ PSC എഴുതുന്നതും ഈ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ കാര്യത്തിനാണ്. അതെ 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 പെൻഷന് വേണ്ടിയിട്ട്. പെൻഷന് വേണ്ടിയിട്ടാണ്. വയസ്സാവുമ്പോ അതെ ജോലി ഇല്ലാതെ പൈസ അതെ മേടിക്കുക അതെ എന്നുള്ളൊരു ഇത്. അപ്പൊ അതെ അത് അതെ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു റിലേഷനിലുള്ള കാര്യമാണ്. ആൾക്കാരൊക്കെ പെൻഷനായവർക്കൊക്കെ നല്ല എമൗണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ആ. അല്ല അപ്പം അതാണ് ആ ഇപ്പൊ ഒരു ഏജിലുണ്ടായിരുന്ന പഠിക്കാതിരുന്നവരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, ഷോ അന്ന് വിട്ടപ്പോൾ പഠിക്കണം. പഠിക്കാൻ മതിയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഞാനിപ്പോഴും ഇപ്പം വരുന്ന സ്റ്റുഡൻസിനോട് പറയാം, അങ്ങനെ ഓർക്കാൻ ആകരുത്. ആഹാ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു 25 വയസ്സ് വരെ എന്നതാണേലും പിള്ളേർക്ക് പഠിക്കാം. ആഹാ. അതെന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, പഠിക്കുക എന്നുള്ള ഒരു 25 വയസ്സ് എങ്കിലും. പിന്നെ നമ്മൾ മരിക്കുന്നിടം വരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലത്. ഏ, അതെ. എപ്പോഴും ഒരു ഏത് വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുക എന്നുള്ളത് അല്ലേ. എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുക. നമ്മൾ പഠിച്ച് തീരുന്നില്ലല്ലോ. അതെ ഏ, കറക്റ്റ്. പിന്നെ എല്ലാം അറിയാവുന്നുള്ള ഭാവമുള്ളവൻ സോറി, നമുക്ക് അവർക്ക് അതെ വേണ്ടിയിട്ട് അതെ ഒന്നും ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റുകയില്ല. പറ്റില്ല. കറക്റ്റ്. ഇപ്പൊ നമുക്ക് ഈ ഇവിടെ ഇപ്പൊ ജർമ്മനിലോട്ട് പോവാൻ നോക്കുന്ന കുട്ടികളോട് നമുക്കിപ്പോ എന്താണ് ഒരു മാം ഇത്രയും വർഷം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ജർമ്മനിയിലുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനും അറിയാം, കാര്യങ്ങളായിട്ട് അതെ. ലൈവായിട്ടുള്ള അപ്ഡേഷൻസ് അറിയാം. അപ്പൊ അവരോട് മാമിന് എന്താണ് പറയാൻ? എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക. വന്ന് A1 A2 B1 B2 പിന്നെ ഹൈ ലെവലിൽ എന്തെങ്കിലും PG ഒക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ C എടുക്കുക. ഉം. വന്ന് ചേർന്ന് പഠിക്കുക. ഏ, നല്ല രീതിയിൽ ഞങ്ങളവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഉം. ആഗ്രഹമുള്ളവർക്ക് ഏത് സമയം വന്ന് ഞങ്ങളുമായിട്ട് സംസാരിക്കാം. ഫീസ് കാര്യങ്ങൾ ഒത്തിരി ഫീസൊന്നും ആകുകയില്ല. നമ്മൾ ഹോസ്റ്റലും ഫ്രീ ആയിട്ട് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷൻ എല്ലാം ഫ്രീ കൊടുക്കുന്നുണ്ട്. ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഉം. എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതെ അതെ. പിന്നെ ഞങ്ങൾ ഈ ജർമ്മൻ സെലിബ്രേഷനൊക്കെ ഞങ്ങളിപ്പോൾ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഏ,
ഒരിക്കലും അതൊരു തെറ്റായ തീരുമാനം ആയിരിക്കില്ല ഒരു ആയിരിക്കുകയില്ല. ലാംഗ്വേജ് ഇല്ല. പഠിക്കുന്നത്. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് സേഫായിട്ട് പേരൻസിനാണേലും സേഫായിട്ട് മക്കളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതെ. ജർമ്മനി. പിന്നെ വളരെ ചെലവുമില്ല. ഇപ്പൊ ഈ ചെലവില്ല. നാട്ടിലിപ്പോ അതെ, അതെ. ഒരു മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപയെങ്കിലും പിന്നെ വരും പഠിച്ച് ഇറങ്ങും. പിന്നെ അതും തീർച്ചയായിട്ടും 4 വർഷം പ്ലസ് 1 വർഷം 5 വർഷം എടുക്കും. തീർച്ചയായിട്ടും. പിന്നെ അത് പറഞ്ഞ് അതിന്റെ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ 6ാമത്തെ വർഷം മുതലേ കിട്ടുള്ളൂ. അതെ. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ഇനീഷ്യലി വരുന്ന ഈ ഒരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഹൗസ് ബിൽഡിംഗ് ടൈമിൽ പോലും നമുക്ക് കിട്ടും, നല്ലൊരു റിട്ടേൺസ് എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ ഒരു 1 ലാഖിന്റെ അടുത്ത് സ്റ്റൈപ്പൻഡ് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇപ്പൊ അതെ ഞാൻ സ്റ്റുഡൻസിനോട് പറയും, ഈ 1 ലാഖ് കൈ കിട്ടുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ ഉം. എന്നുള്ള ആ ഒരു ധാരണ എടുക്കാതെ സേവ് ചെയ്യാൻ പഠിക്കുക. അതെ അതെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു നല്ല കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ പറഞ്ഞു ഈ കൊടുക്കുന്നുണ്ട്. പാരന്റ്സിനാണ് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു അവർക്ക് ഒരു വിഷമമാണ്. അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ ആവും എന്നാകും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ ആ ഒരു കൺഫ്യൂഷൻ വെച്ചാൽ എങ്ങനെ ആവും എന്നുള്ള എങ്ങനെ എന്താകും അതെ എന്നുള്ളൊരു അതെ ആ അതെ കൺഫ്യൂഷൻ അല്ല അത് പലരും അതിനെ ആവശ്യമില്ല. ഒരു നെഗറ്റീവായിട്ടും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതോ ഞാൻ ഇങ്ങനെ എടുത്ത് ചോദിച്ചത്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുന്ന് അവർക്ക് അവർ പറയുന്നത് ബി ഗ്രേഡ് പാസ്സായി വരുന്ന ഏത് സ്റ്റുഡൻറ്റിനെയും അവിടെ നേഴ്സിങ്ങിന് അവരെടുക്കും. ഓക്കെ. ഇപ്പൊ ആ, B1 ഫുൾ മൊഡ്യൂള് ഉണ്ടെന്ന് ആയി എന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ ഇപ്പൊ? അതെന്ന് വെച്ചാൽ അവർ മടുത്തു. ആ ഒരു ഇങ്ങനെ B2 വരെ അവർ വെച്ചിട്ട് അവർക്ക് ആ ഒരു ഇതിൽ ആൾക്കാരെ കിട്ടുന്നില്ല. അതെ അതെ അന്നേരം അവർ കുറച്ചുകൂടെ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് താഴ്ത്തുകൊണ്ട് താത്ത. വരിക. ഓക്കെ. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും ലാംഗ്വേജ് തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞ ഒരു B2 ഒരു B1 B2 ഫുൾ മൊഡ്യൂൾ തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു ബാഡ് ഡിസിഷൻ ആയിട്ട് അല്ല അല്ല പാരന്റ്സിനോ സ്റ്റുഡൻസിനോ അല്ല കൺസിഡർ അല്ല. ചെയ്യേണ്ട പിന്നെ ആവശ്യമില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾ നമ്മൾ ഉം. അവരെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ ഞങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഞങ്ങൾ നമ്മളിപ്പോ ചെയ്യുന്നത് മീൻസ് കോൺട്രാക്ട് കിട്ടിയതിന് ശേഷം മാത്രമാണല്ലോ നമ്മള് അതെ അതെ പേയ്മെന്റ് ആയാലും അതെ കളക്ട് അതെ ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് സ്കാം നടക്കുന്നത് അങ്ങനെയാണ്. അതെ ഇപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ 50,000 1 lakh ഒക്കെ ഓരോ ഏജൻസിയിൽ കൊടുത്തിട്ട് ഇരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നപ്പോൾ കരച്ചിൽ വന്നു കേട്ടോ. ഉം, ഉം. 4.5 ലക്ഷം രൂപ ഉഫ്. കൊടുത്തിട്ട് വിളിച്ചിട്ട് ഇപ്പോൾ ഫോണും എടുക്കുന്നില്ല. അവർ വളരെ 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 ആ, അവരങ്ങ് ഡൗൺ ആയി. അതെ അതെ അല്ല അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സിംഗിൾ പെനി ആണെങ്കിലും കമ്മിറ്റ്മെന്റ് ആണ് അത്. പിന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസി നമ്മളെ ഹോസ്പിറ്റൽസിന്റെ ഭാഗത്ത് നിന്ന് ഡീലേഴ്സ് സംഭവിക്കും. അതെ അപ്പൊ അങ്ങനെ ആകുമ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഒബ്വിയസ്ലി പാരന്റ്സിന് ടെൻഷൻ. കാരണം അത്രത്തോളം സ്കാം നാട്ടിൽ നടക്കുന്നുണ്ട്. അതെ അപ്പോൾ അതെ കഴിഞ്ഞ വർഷം ഗോയിത്തയുടെ എക്സാം ഡേറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കോടികളുടെ സ്കാമാണ് നടന്നത്. ജർമ്മൻ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് ഭയങ്കര രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ സ്കാംസ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം അതിൻ്റെ കൂടെ പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇവർ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഉം. നമ്മുടെ ലാംഗ്വേജിൻ്റെ സ്കില്ല് അവർ സ്പ്രഷൻ്റെ ആ നമ്മൾ അത് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കുന്ന ലാംഗ്വേജാണ്. ആ ആ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് പോലെ പല്ലും കൂട്ടിപ്പിടിച്ച് പറയാൻ പറ്റത്തില്ല. അതെ അതെ ഏ വാ തുറന്ന മലയാളം അങ്ങനെ തുറന്ന് തന്നെയാണല്ലോ. അതെ 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 ഞാൻ പറയുന്നത് മലയാളം പഠിച്ചവർക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആ, ആ. അവർ ഈ ജർമ്മൻകാർ ചോദിക്കുമായിരുന്നു, നിങ്ങളെങ്ങനെ ഞങ്ങളുടെ ഈ ലാംഗ്വേജ് പഠിച്ചെടുത്തു എന്ന് ചോദിക്കും. ഞാൻ പറയും ഞങ്ങളുടെ ഹെർമാൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ നമുക്കില്ലാത്ത ആ വാക്കുകളില്ലല്ലോ അല്ലേ. ഹെർമാൻ ഗുണ്ടർട്ട് ഉം, ഉം. നമ്മുടെ മലയാളത്തിന്റെ പിതാവായിട്ടല്ലേ ആ പറയുന്നത്. അതെ അതെ അപ്പം ആ വ്യക്തിക്ക് വന്ന് മലയാളം പഠിക്കാമെങ്കിൽ നിഘണ്ടു എഴുതാമെങ്കിൽ നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്കും പഠിക്കാം. പഠിക്കാൻ പറ്റും. ഏ? ഓക്കെ. അതാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാ രീതിയിലും അത് അന്വേഷിച്ചുകൊണ്ട് വേണം അത് നമ്മൾ ഏത് ചെയ്യാന്നുള്ളത്. ഏത് കാര്യം ചെയ്താലും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും എല്ലാ ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാ എല്ലായിടത്തും ഉണ്ട്, മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ഉം. അപ്പം നമ്മൾ അത് കണക്ക് കൂട്ടി ഇപ്പം നമ്മളെപ്പോഴും ഈ നെഗറ്റീവ് തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം നമുക്ക് ആ ഉം. നെഗറ്റീവായിട്ടുള്ളത് നമ്മളിൽ നിന്നങ്ങ് അതെ അതെ മാറിപ്പോയിക്കുള്ളൂ. അത് മാറി. ഇത് എഫർട്ട് എടുക്കാതെ പഠിക്കാൻ പറ്റുകയില്ല. ഉം, ഉം, അതിപ്പോൾ എല്ലാവരും പറയും ഈസി ആയിട്ട് പഠിപ്പിക്കുക, ഇനി വാ നിങ്ങൾ പഠിച്ച് ജയിക്കും ഉം. അതല്ല. ഇപ്പം നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു എഫേർട്ടാണ്. അതെ ഈ സ്റ്റുഡൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു എഫേർട്ടാണ്. ഇത് ഒരു ഫ്രംഡ് സ്പ്രാഹ് എന്ന് പറയും. ഒരു നമുക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഉം, ഉം. അപ്പം നമ്മളത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള എഫർട്ടുണ്ട്.
അപ്പോൾ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അത് സ്വീകരിക്കുകയും അതിൻ്റെ എഫർട്ട് അവർക്ക് എന്തുമാത്രം അതിൽ കൊടുക്കാവോ അത്രയും കൊടുക്കുകയും ചെയ്ത് അവർ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവും. ഉം, ഉം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിപ്പോൾ ഇപ്പോൾ പിള്ളേരോട് പറയുമ്പോഴത്തേക്ക് ആദ്യം ഇവർക്കൊരു തമാശ രൂപേണയാണ്. എന്നാ ഉം. പറഞ്ഞാൽ 18 വയസ്സൊക്കെ 19 അതെ, വയസ്സൊക്കെയുള്ള കുട്ടികളാണല്ലോ. കുട്ടികളല്ലേ. പിന്നെ നേഴ്സുമാർ ആ വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഉണ്ട് അവർ ഇപ്പം. നേഴ്സുമാർ പഠിച്ച് ആക്ച്വലി പാസ്സായി നേഴ്സസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഉള്ളത്. അല്ലേ? അതുകൊണ്ട് കാരണം തന്നെ അവരിപ്പം B1ലേക്ക് അവർ ഇറങ്ങിയത്. നമ്മളിപ്പോ ഈ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ലാംഗ്വേജ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം അപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് പാരലലി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഇയർ ആകുമ്പോൾ ഒരു B2 ഓർ B1 ഫുൾ മോഡ്യൂൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യാലോ. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഓഫർ ലെറ്ററും എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇതാണ്. ഇവിടെ നിന്ന് 10-15,000 രൂപ ശമ്പളത്തിൽ മേടിക്കാതെ നേരെ അവിടെ ഫ്ലൈ തീർച്ചയായിട്ടും. ചെയ്യാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ അവർ ഒരു വർഷം ചിലപ്പോൾ ഒരു വർഷം ഒരു ആ 8 മാസത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും. എല്ലാം കൂടെ അതെ കൂട്ടി അതെ അതിൽ കൂടുതൽ വരികയില്ല. അതെ എന്നാണേലും ഈ എക്സാംസ് പ്രിപ്പറേഷൻ അവർ പാസ്സാകുന്നത് വരെ അവർക്ക് കൊടുക്കും. ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് കൊടുക്കും ഞങ്ങൾ. ഈ നേഴ്സസിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി മാം പറഞ്ഞല്ലേ. ഇപ്പോൾ നേഴ്സസിന് ഇപ്പോൾ നമുക്കിപ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ ഒരു BSc ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈമിൽ ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് മലയാളി സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ നേഴ്സിംഗ് പഠിക്കുന്നതിന് കൂടെ നമുക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജും കൂടെ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ക്യാമ്പസ് ഓപ്പൺ ഇതായിട്ട് നമുക്ക് കൊടുക്കാം, ഓക്കെ. ഓഫ്ലൈനായിട്ട്. ഉം. ആ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആ നേഴ്സിംഗ് കോളേജുകൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ്സസ് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് അതാണെങ്കിൽ നമുക്കത് വരുന്ന എക്സ്പെൻസസ് ഒക്കെ എത്രയായിരിക്കും? അത് എത്രയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാലും ഈ ഒരു ഫണ്ട് റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയും ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ. ഉണ്ട്. മീൻസ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെന്റ് എന്നുള്ളൊരു മീൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം, കോളേജ് ഫീസ്, ട്യൂഷൻ ഫീസ് ഒക്കെ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ ഒരു ലാംഗ്വേജ് ഫീസ് എന്നുള്ള ഒരു അഡീഷണൽ എക്സ്പെൻസ് ആണല്ലോ. എക്സ്പെൻസ് അത് റീഫണ്ടബിൾ ആണ്. റീഫണ്ടബിൾ ആ, ആണ്. എന്നാണ് എന്നുവെച്ചാൽ ഞാൻ വൺസ് നമുക്ക് അവിടെ കോളേജിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ മീൻസ് ഒരു ഹോസ്പിറ്റൽ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെലവായ എമൗണ്ട് നമുക്ക് റീഫണ്ട് റീഫണ്ട് ചെയ്യും. ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പെൻസ് വരുന്നില്ല ഇല്ല അവർക്ക്. ഇല്ല അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നേഴ്സസ് എല്ലാം കൊണ്ടും വളരെ ഒരു ഈസി ആയിട്ടുള്ളൊരു വേ ആണ് ഇത്. ഇപ്പം സ്റ്റുഡൻസിന് നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിച്ച് പാസ്സായവർക്കാണേലും ഇത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു വേ ആണ്. ഇത് ലാംഗ്വേജ് പഠിക്കണമെന്നുള്ള ആ ഒരു ഒരു ബാരിയർ ടാസ്ക് മാത്രമേ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അതെ. പക്ഷെ ആ ഒരു കടമ്പ കടന്നു അത് കഴിഞ്ഞാൽ അവര് കഴിഞ്ഞ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ നമുക്കത് പിന്നെ വരുന്ന ഈ പല സ്കാമിലും പോയി പെടാതിരുന്നാൽ മാത്രം അതെ മതി. അതെ 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 കറക്റ്റ് നമ്മളെ ആയിട്ടുള്ളൊരു കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എവിടെയും ചെന്ന് ചെയ്യാൻ തല വെച്ച് വേണ്ടിയിട്ട്. അതെ കൊടുക്കാൻ. അതെ അതെ അതെ. അല്ല അതിലാണ് പിള്ളേർ ഏറ്റവും അതെ പാരന്റ്സ് എസ്പെഷ്യലി നമ്മളെ അതെ ഇപ്പൊ വിളിച്ച് കുറച്ച് പേര് ഒരുപാട് നമുക്ക് പേര് അവിടെ വന്ന് ഉം, ചേർന്നിരിക്കുന്ന അല്ലേ, ഭൂരിഭാഗം കുറേ പിള്ളേരുണ്ട്. ഉം, ഉം, ഒരു എക്സാംസ് ഡേറ്റ് എടുത്തു എടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ടിയിട്ടും കിട്ടാതെ ഇരിക്കുന്നവരും ആ അങ്ങനെയൊക്കെ. അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോൾ മുന്നേ കൺസൾട്ടൻസീസ് തുടങ്ങുന്ന പോലെ ഇപ്പൊ ആ മുക്കിലും മൂലക്കിലും ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് തുടങ്ങുന്നത്. അതെ 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 ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ കൊടുക്കുന്നുണ്ട്. ഉം. എന്താണോ എങ്ങനെയാണോ എന്നറിയില്ല. ഇപ്പൊ ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേര് ഇപ്പം ചുമ്മാ ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന ഒരു ഇപ്പം സാഹചര്യം ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. ഉം, ഈ 2 പേര് ടോസിട്ട് എടുത്തിട്ട് ഉം, അവരുമായിട്ട് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ ഡിസ്കസ് ചെയ്യാനും അവരുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാനും അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുമായിട്ട്. അപ്പോൾ നമുക്ക് അവർ 2 പേരെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കതൊരു നല്ലൊരു അവസരമാണ്. ഉം, ഉം, അപ്പം ഉം. സംസാരിക്കാനുള്ള ആ ഒരു പിന്നെ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെ അതെ. അങ്ങനെ ആകുമ്പം ഓൺലൈൻ ഒരു ഇൻ്റർവ്യൂ വന്നാലും അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ. ഏ ഇപ്പൊ നമുക്കൊരു പുതിയ ഓപ്പണിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ജർമ്മനി ഒരു
ഹൗസ് ബിൽഡിങ്ങിന്റെ ഇപ്പോൾ നിലവിലെ നേഴ്സസിനായിട്ടോ ഇപ്പം 200 പേർക്കുള്ള ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. 200 അതിൽ പേർക്കുള്ള 200 ഓപ്പണിങ്സ് പേർക്കുള്ളത് ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മളതിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണോ അതോ നേഴ്സിംഗ് ഹൗസ് ജോബ് ബിൽഡിങ്ങും നേഴ്സിംഗും എല്ലാം ഉണ്ട്. എല്ലാം കൂടിയിട്ട്? എല്ലാം കൂടി ഓക്കെ ഉണ്ട്. അതിന്റെ കൃത്യ കണക്ക് എനിക്ക് ആ ഇപ്പം ഓക്കെ. അറിഞ്ഞൂടാ. അറൗണ്ട് ഒരു 200 ആ വാക്കൻസീസ് സെപ്റ്റംബർ ഉണ്ട് ഇൻടേക്ക് ഓപ്പൺ ഉണ്ട്. ആയിട്ടുണ്ട്. അപ്പോൾ B1 ഓർ B2 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ലിക്കേഷൻ ഇടാവുന്നതേ ഉള്ളൂ ചെയ്യാം. അല്ലേ? ഓക്കെ. ഇന്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ പ്രൊവൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ആ, താങ്ക് യു. നമ്മളൊരു ജർമ്മൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ ഇൻഫോർമേഷൻ ജർമ്മനിയുമായിട്ടും പിന്നെ മാമിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് കുട്ടികളോട് ജർമ്മൻ ഭാഷ പഠിക്കുന്ന കുട്ടികളോട് ഒരു ജർമ്മനിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലെങ്കിലും പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. Seid ihr ganz schön frei von allen. Es ist so, wenn man Deutsch lernen muss, man muss richtig hören, richtig sprechen. Das ist sehr, sehr wichtig. Man muss selbst dafür was tun, um was zu werden. Alles Gute wünsche ich euch. Ihr sollt mal reinkommen, schauen. Mit uns kriegt ihr ganz gute, schöne Ausbildungsopportunities oder Gelegenheit. Nicht? Ich komme, ich habe 30 Jahre da in Deutschland, 25 Jahre in Deutschland gearbeitet. Aus meiner Erfahrung kann ich euch sehr gute Experience-wise Sachen erzählen, das für euch sehr gut behilflich sein kann. Bis bald. Tschüss. ഗ്രേറ്റ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ.